സ്നേഹിതരെ, എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ ഏതുവരെയായി? ഇതിനൊക്കെ കഴിഞ്ഞോ? അപ്പോഴ് ഓണത്തിന് ഓണാഘോഷത്തിനൊക്കെ എന്നാൽ ചെറുതായിട്ടൊക്കെ പോയായിരുന്നു. ഇന്ന് പിന്നെ ഷോപ്പിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഷോപ്പിൽ നിന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യക്കാരാണല്ലോ. അടുപ്പിൽ വേവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ കട്ടായി പോകുമ്പോൾ അല്ലെങ്കിൽ കത്താതിരിക്കുമ്പോൾ സ്റ്റാഫൊന്നുമില്ല. പിന്നെ നമ്മൾ ശരിയാക്കി കൊടുത്ത് പിന്നെ 3-4 സ്റ്റൗവിൻ്റെ കച്ചവടമൊക്കെ നടന്നു. അപ്പോഴും ഓണം കഴിഞ്ഞിട്ടാണല്ലോ. ഓണത്തിന് മറ്റുള്ളവരൊക്കെ അയൽവക്കത്തൊക്കെ വീട്ടുകാരൊക്കെ മേടിച്ചിട്ട് എന്താണ് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പറയും, അപ്പുറത്തെ വീട്ടിൽ സ്റ്റൗ മേടിച്ച് നമ്മളെ വീട്ടിൽ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയും. ഓണം കഴിഞ്ഞിട്ടുള്ള കച്ചവടമൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നോർമലായിട്ടുള്ളൊരു കച്ചവടം വരും. പിന്നെ ഇന്ന് കടകളൊക്കെ മറ്റുള്ള കടകളൊക്കെ മെയിൻ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. എന്നാലും ചില കടകളൊക്കെ അവധിയാണല്ലോ, സ്റ്റാഫുകളൊക്കെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർ വരും. നമുക്കും ഈ പറയുന്നത് പോലെ ഓണത്തിന് അവധി എടുത്തു. പിന്നെ കസ്റ്റമറിനുകളുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണമല്ലോ. ഓരോരോ അവരുടെ ഭക്ഷണത്തിന്റെ ആവശ്യമല്ലേ മെയിനായിട്ട് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ സാധനം മേടിച്ചതൊക്കെ ആൾക്കാർക്കൊക്കെ ഓരോരുത്തരൊക്കെ നമ്മളെ വിശ്വസിച്ച് എന്താണ് കൊണ്ട് തന്നിരിക്കുകയാണ്. പൈസ കടത്തിനൊക്കെ തന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മുടെ പൈസയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കാതെയൊക്കെ നമ്മൾ ഇനിയും കറങ്ങാനൊക്കെ പോയാലേ അവർക്കുള്ള പൈസ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനിപ്പോൾ സ്റ്റാഫിനൊക്കെ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫൊക്കെ ഓണമൊക്കെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പം പിന്നെ നമുക്ക് ഫ്രീ ആവാം. നമ്മളല്ലെങ്കിൽ എപ്പോഴും ഫ്രീ ആണല്ലോ. അപ്പോഴ് വേറെ എന്തെങ്കിലും എല്ലാവരും കറങ്ങാനൊക്കെ പോയി കാണും. തിരക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും. അപ്പം കടയൊക്കെ അടച്ച് പോകുന്നതിന് മുമ്പ് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ആരും ഉള്ള കോളില്ല. എല്ലാവരും മിക്കവാറും തിരുവനന്തപുരത്തും ലുലു മാളിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ തിരുവനന്തപുരത്ത് ഒരു ലേസർ ഷോയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. രാത്രി നാളെയും കൂടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതിൽ ട്രോൺ ലേസർ ഷോ കണ്ടില്ല. ഇതിലൊക്കെ കിടക്കുന്നുണ്ടോ, റീലിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അതും ഒന്ന് കാണാൻ പോയാലും കൊള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇന്നലെ ഓണത്തിന്റെ കൂടെ നബിദിനോ കൂടെയൊക്കെ വന്നപ്പോഴേ എല്ലാ സ്ഥലത്തും ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നല്ല കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകൾ ഒരുപാട് കാണാൻ കഴിഞ്ഞു. അത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ കേരളത്തിന് ആവശ്യമാണല്ലോ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. എല്ലാവരും ഒരു കൂട്ടര്, എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാ ആൾക്കാർ എല്ലാവരും ഭൂരിപക്ഷം 99 ആൾക്കാരും എന്താണ് വർഗീയതയൊന്നുമില്ലാതെ എല്ലാവരെയും മനുഷ്യരെ പോലെ കണ്ട് ദൈവത്തിലൊക്കെ വിശ്വസിച്ച് ദൈവത്തെ പേടിച്ചു, അല്ല ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് എന്താണ് നന്മകൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ ചില തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യങ്ങളൊക്കെ മതപരമായിട്ടൊക്കെ കണ്ടുകൊണ്ടൊക്കെയാണ്. അപ്പോഴ് ഈ 99% പേരും മതേതരമായി ചിന്തിക്കുന്നവരാണ്, മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈ 1% എന്ന് പറയുന്നതേ, ഈ 1% എന്ന് പറയുന്ന അവര് എന്താണ് ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ കിടന്ന് പൂണ്ട് വിളയാടുകയാണ്. ആ 1%, അതുകൊണ്ടാണ് 1% കൂടുതലായിട്ട് തോന്നണം. ഈ 1%ത്തിന് വേറെ ഒരു പണിയില്ല. അപ്പം ഇവര് എന്താണ് കൂടുതലായിട്ട് വന്നിട്ട് ഫേക്ക് അക്കൗണ്ടിലൊക്കെ വന്നിട്ട് ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇന്നൊരു മുതുകാടിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോഴ് പുള്ളിക്കാരനും പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഏത് മതത്തിലാണ്, നിങ്ങൾ ഭയങ്കര മതമായിക്കോളി, നിങ്ങളുടെ ഒരു ദൈവത്തിന്റെ ആളായിരിക്കും. നിങ്ങളുടെ ഏത് ദൈവമാണ് ചീത്ത വിളിക്കാൻ പറഞ്ഞ, മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ പറഞ്ഞത് ഏത് ദൈവമാണ്? ഏതെങ്കിലും ദൈവം ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മറ്റുള്ള മതത്തിന്റെ തെറ്റ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആൾക്കാരിടുന്ന കമന്റുകൾ അല്ലെങ്കിൽ അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ എന്താണ് ചീത്ത വിളിക്കുന്നു. ചീത്ത വിളിക്കുന്നതല്ല, അമ്മയ്ക്കും അച്ഛനും തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാവർക്കും എന്തുമാത്രം പള്ളാണ് ചീത്തയാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ചീത്തയൊക്കെ വിളിക്കാൻ നിങ്ങളുടെ ഏത് മതത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ
നിങ്ങൾ ഈ വർഗീയത, അതായത് മതത്തിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ലേ, ഈ മതത്തിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ ദൈവം എവിടെയാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ പറഞ്ഞത്? അതാണ് ഈ ചീത്ത വിളി. ദൈവത്തിന് വേണ്ടിയല്ലേ, യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയല്ലേ നിങ്ങളൊരു മതത്തിന് വേണ്ടി വാദിക്കുന്നത്? നിങ്ങൾ അല്ലെങ്കിൽ മതമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവമുണ്ടല്ലോ. അപ്പൊ ആ ദൈവത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ മരിക്കാൻ നിൽക്കുന്നത്, പോരാടുന്നത് നിങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ പോരാടുമ്പോൾ ആ ദൈവം എവിടെയാണ് നിങ്ങളോട് ചീത്ത വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഘോരം ചീത്ത വിളിക്കുന്നത് കേൾക്കാം. പുതിയ പുതിയ ചീത്തകളൊക്കെ പഠിക്കണമെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലായിട്ടൊക്കെ വന്നാൽ മതി, നമുക്കത് കാണാൻ വേണ്ടി കഴിയും. അപ്പോഴ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കുറച്ചുള്ള ജീവിതം എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നമുക്ക് ഈ സ്നേഹിക്കുന്നതല്ലേ സന്തോഷം? എല്ലാവരും പരസ്പരം സ്നേഹമായിരിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതും സ്നേഹം വാങ്ങുന്നതും ഒക്കെ ഇല്ലേ സന്തോഷം? അപ്പൊ അതുകൊണ്ട് ഞാനും ഒരു കാര്യം ചെയ്തിരിക്കുന്നത് പറഞ്ഞാല്, നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പിറകെ പോയിട്ട് എന്താണ് വെറുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇഷ്ടമുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് ഒരാൾക്ക് സന്തോഷമെങ്കിൽ അവന് ആ സന്തോഷം അവർക്ക് കൊടുക്കുക, അത് നല്ലതായിരിക്കുമല്ലോ. അവർ സന്തോഷം, അപ്പൊ എല്ലാവർക്കും സന്തോഷം കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരാളടുത്ത് സഹകരിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുമ്പോൾ അവർക്ക് വെറുപ്പ് തോന്നണമെങ്കിൽ, അവർക്ക് ഇഷ്ടക്കേട് കാണിക്കുന്നെങ്കിൽ, അവർക്ക് ഒരു അനിഷ്ടം വരുന്നെങ്കിൽ ആ അനിഷ്ടം നമ്മളായിട്ട് കാണിക്കുന്നില്ല. ഒരു വേള നമ്മളെ പറ്റി അവർ മനസ്സിലാക്കിക്കൊള്ളും. അവർക്ക് സന്തോഷം നമ്മളടുത്ത് വരുമ്പോൾ സന്തോഷം കിട്ടുന്നെങ്കിൽ മാത്രം നമ്മളടുത്ത് വന്നാൽ മതി. അപ്പോൾ ഒരുപാട് ഇപ്പൊ നമ്മള് എന്താണ്, ഇപ്പൊ ഒന്നിനും സമയമില്ല. ഒന്നാമത്തെ കാര്യം, ഒന്നിനും സമയമില്ല. അപ്പോഴ് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ഒന്നിനും സമയമില്ല. ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ആർക്കും പൈസകളൊന്നും തികയുന്നില്ല. ഒരു പരുവത്തിന് മുന്നേ ഒരു രോഗവും കൂടെ വന്നാൽ എല്ലാവരും വളരെ കഷ്ടപ്പാടിലാണ്. അപ്പം നമ്മൾ സ്വയം ആരോഗ്യം സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വിധിയാലും ഒരു അസുഖവും അതുപോലെ ഒരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും വിധിയാലും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് മനസ്സാ പ്രാർത്ഥിക്കാം. അപ്പോഴ് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, വേദഗ്രന്ഥങ്ങളുടെ പൊരുളായ വേദഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ സാരാംശമായി പറയുന്നത് എന്താണ്? നിങ്ങൾ സത്കർമ്മങ്ങൾ, നിങ്ങൾ അന്യരെ സഹായിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസം മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താണ്, നിങ്ങളുടെ പ്രയാസം ദൈവം മാറ്റിത്തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള ജീവിതം മറ്റുള്ളവരോടൊക്കെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ സ്നേഹം കൊടുത്ത് സ്നേഹം മേടിച്ചൊക്കെ പോകാം. അതിന് ഓണമാകട്ടെ, നബിദിനമാകട്ടെ, ഏത് ആഘോഷങ്ങളാകട്ടെ, ഇത് തെറ്റാണോ ശരിയാണോ ഒന്നും പറയാതെ നമ്മൾ സന്തോഷം, അതായത് മനുഷ്യന് സന്തോഷം കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു ദൈവവിശ്വാസം എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രെസ്സായി, അല്ലെങ്കിൽ ഭയങ്കര ദുഃഖമായി, അതല്ലെങ്കിൽ വളരെ വിഷാദമായി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? ഒരിക്കലും നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മളെ സന്തോഷം നമുക്കുണ്ടാവണം. നമ്മളെ സത്യത്തിലാണെങ്കിലും നന്മയിലാണെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാകണം. നമ്മൾ സത്യത്തിലാണെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകണം. എന്നിരുന്നാലും ജീവിതത്തില് നമ്മൾ കാരണമൊക്കെ ഒരുപാട് പേർക്ക് ദുഃഖമൊക്കെ വാക്കിലോ പ്രവൃത്തിയിലൊക്കെ വരും. നമ്മളൊക്കെ പൂർണ്ണരല്ല. അപ്പോഴങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മൾ മരണം വരെ പഠിച്ചാലും ഈ സത്യവും ഇതൊന്നും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. സമൂഹത്തിൽ മനുഷ്യന്റെ ചിന്താഗതികളും ഒക്കെ
എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോഴ് നമ്മൾ പണ്ട് തെറ്റായി കണ്ടതെല്ലാം ഇപ്പം അത് ശരിയായിട്ട് തോന്നുകയില്ല. ഇവിടെ തെറ്റും ശരികളൊക്കെ എന്നത് നമ്മൾ ചിന്തിക്കണ്ട. ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിനും മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാകുന്നു, അത് തെറ്റാണ്. ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ, ആർക്കെങ്കിലും സമാധാനം കിട്ടുന്നെങ്കിൽ, ആ സമാധാനം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതായത് ഈ വിമർശിക്കുന്ന അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്നവർക്ക് ഒരിക്കലും ആ സന്തോഷം കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തെറ്റും ശരിയും എന്ന് പറയുന്നത് ഇങ്ങനെ വിച്ഛേദിച്ചാൽ മതിയാവും. അപ്പൊ നമ്മുടെ പിന്നെയെന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തില് ഒരുപാട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരുപാട് ആലോചിക്കാൻ നിന്നാൽ ഒരു കാര്യവും നടക്കൂല. അതാണ് സത്യം. കുറച്ച് കരുതൽ വേണം. എന്താണ്? ഭയം വേണ്ട, കരുതൽ വേണം. എല്ലാ മേഖലയിലും നമ്മൾ കരുതലോടെ ജീവിക്കുക. അതായത് തട്ടിക്കാതെയും വെട്ടിക്കാതെയും നാണം കെടുത്താതെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഓണമൊക്കെ കഴിഞ്ഞ് വീണ്ടും വിശദമായി ഇനിയും കാണാനൊക്കെ വരാം. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്തെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും, നമ്മൾ മറ്റു പ്രദേശങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ പരിമിതി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കേരളത്തിലെങ്കിലും എല്ലാവർക്കും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കഴിയട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഗീയതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന അങ്ങേ തല മുതൽ ഇങ്ങേ തല വർഗീയത കുറഞ്ഞു വരികയാണെന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നതാണോ? അതായത് വർഗീയ പ്രസ്താവനകൾ പലരും കാണുന്നില്ല. അതിനുപകരം സാമൂഹ്യ തിന്മകളാണ് കൂടി വരുന്നതെന്നുള്ളതാണ്. അതായത് ആത്മഹത്യ, കൊലപാതകം, പിന്നെ അടി, അക്രമം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ കൂടി വരുന്നതോ എന്ന സംശയം. അല്ലെങ്കിൽ ആരോഗ്യത്തിന് ദോഷകരമാകുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലൈൻ, അതൊക്കെയാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് തോന്നുന്നു. എന്നാലിപ്പോ അതും ഇപ്പൊ നമ്മുടെ ശരീരത്തിനെ നമ്മൾ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഈ വർഗീയത ഇല്ലാതിരിക്കുക എന്നത് ചെയ്യേണ്ടത്. നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തിന് എല്ലാവർക്കും സമാധാനപരമായി സന്തോഷപരമായിട്ട് ജീവിച്ചിരിക്കുന്നതിന് നമ്മൾ കേരളത്തിലെങ്കിലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ബിസിനസ് ചെയ്യേണ്ടവരല്ലേ? നമ്മൾ ഒരുമിച്ച് പരസ്പരം സഹായിക്കേണ്ടവരല്ലേ? പരസ്പരം സഹകരിക്കേണ്ടവരല്ലേ? എല്ലാവരും സഹകരിച്ച് നിന്നാലല്ലേ എല്ലാവരുടെ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ വേണ്ടെന്നേ. നമുക്ക് മാറ്റം. സന്തോഷമായിട്ടിരിക്കുന്നല്ലേ നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലത്. അയ്യോ അവര് ഇവര് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ശത്രുതയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്നാലേ നമുക്ക് അസുഖങ്ങൾ വരുമെന്നേ. പല അസുഖങ്ങളും വരും. പുതിയ കണ്ടെത്തൽ അങ്ങനെയല്ലേ? ദേഷ്യം, കോപം. എന്നിട്ട് എന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരുന്നുണ്ട് ചില കാണുമ്പോൾ. എന്നാലും ഞാൻ പറയുകയാണ്, നമുക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരാം. അപ്പോഴ് നമുക്ക് സന്തോഷവും സ്നേഹവും അതുപോലെ തന്നെ സൗഹാർദ്ദവും ഒക്കെ നമ്മൾ എല്ലാവരുടെയും ദൈവത്തെ ഓർത്ത് നമുക്ക് കൊണ്ടുവരാം. ഇനി ദൈവത്തെ ഓർക്കാത്തവർ നിങ്ങളുടെ യുക്തി അനുസരിച്ചെങ്കിലും നിങ്ങൾ സന്തോഷത്തിലേക്ക് വരിക. പക്ഷെ നിങ്ങളെ യുക്തി അനുസരിച്ച് പരസ്പരം തമ്മിലടിക്കാനുള്ള ബോളുകൾ കൊടുക്കരുത്. മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ ഗോൾ ഇട്ട് കൊടുത്താൽ അവർ ഗോൾ അടിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗോൾ ഇടുന്ന പരിപാടി ഒരുപാടുണ്ട്. നിങ്ങളാണ് ഈ പറയുന്ന കണ്ടന്റ് കൊടുക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതത്തിലെ കളിയാക്കാൻ മറ്റൊരു മതത്തിന് ഗോൾ ഇട്ട് കൊടുക്കും. അതാണ് വേണ്ടത്.
പിൽക്കാലങ്ങളിൽ ഒരുപാട് ഈ മതം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം പിൽക്കാലത്ത് ഒരുപാട് താല്പര്യക്കാരൊക്കെ കയറി വന്നു മതം എന്ന പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതും മതമായിട്ടാണ് പിൽക്കാലത്ത് ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ശരിയായ കാര്യങ്ങൾ, മണ്ടത്തരമല്ലാത്ത പ്രായോഗികമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്ക് തന്നെയാണ് സാമൂഹിക ആരോഗ്യം നിലനിർത്താൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ള പരിശ്രമത്തിലേക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനുള്ള പരിശ്രമത്തിലേക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഈ ഓണവും പെരുന്നാളൊക്കെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതേ നമ്മളെ കേരളത്തിന്റെ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലുള്ള ഒരു നന്മ കൊണ്ട്, നല്ല മനസ്സുകൊണ്ട് ദൈവം നമുക്ക് തരുന്നതാണ്. ഓരോരോ ആഘോഷങ്ങളിലൂടെ നമ്മളെ സമൂഹം ഒന്നിക്കട്ടെ എന്നുള്ള രീതിയിൽ ദൈവം നമുക്ക് ഇട്ടു തരുന്നതാണ്. അതിന്റെ എല്ലാം ആത്യന്തിക ആചാരവശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ആചാരവശങ്ങളിലൊക്കെ എല്ലാത്തിലും മണ്ടത്തരങ്ങളും ബടായികളൊക്കെ കാണുമെന്നേ, അതൊന്നും നോക്കണ്ട. നമുക്ക് ഈ പറയുന്ന എല്ലാത്തിലും കൊട്ടില്ലേ, എല്ലാത്തിലും പാട്ടില്ലേ, എല്ലാത്തിലും ഡാൻസ് ഇല്ലേ അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നമ്മളെടുത്ത് സന്തോഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ മുബാറക് ആലങ്കോടും സിദ്ദീഖ് കൂടെ വന്നിട്ട് ഞാൻ പോവാന്ന് ഇരിക്കുകയാണ്. അപ്പൊ സിദ്ദീഖിനെ കാത്താണ് ഞാൻ നിന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞാണെങ്കിലും സിദ്ദീഖ് എപ്പോഴും ലൈവിൽ വന്നാലും സിദ്ദീഖ് വരുന്നുണ്ട്. സിദ്ദീഖ് ഒരു ദിവസം വന്നിട്ട് ഞാൻ സിദ്ദീഖിനെ വിളിക്കാം. ഒരു ദിവസം ലൈവിൽ വരുമ്പോൾ ഡയറക്റ്റ് അപ്പുറത്ത് വന്നിട്ട് ചർച്ച ചെയ്യാം. ജനങ്ങളെ കാണട്ടെ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതയും അതല്ലെങ്കിൽ വിദ്വേഷവും ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. അപ്പൊ നമ്മളതില് ഒരാള് മാതൃക പകർന്നു കൊടുത്താല് മറ്റുള്ളവരിലേക്കും ആ മാതൃകകൾ എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. നിന്റെ ക്യാമറ ഓൺ ആക്കിയാൽ നിനക്ക് ഇതിൽ വരാം. ആടി വാടേ, നീ ഓക്കെ കൊടുത്താണ് അവിടെ. നീ ചിരിക്കല്ലേ? ചിരിച്ചാ എന്താ കുഴപ്പം? നീ ചിരിക്കാൻ കിടക്കണതേ ഉള്ളൂ. ഒന്ന് ചിരിപ്പിക്കല്ലേ എന്നാണ് പറഞ്ഞത്. ചിരിപ്പിക്കല്ലേ എന്നാണ് പറഞ്ഞ. ഓക്കെ, ചിരി വരുന്നുണ്ടോ? ഞാൻ തന്നെ ചിരിക്കാൻ വലിയ പാടാണ്. ചിരിക്കാന്ന് പറഞ്ഞിട്ട് വലിയ പാട്. ചിരിച്ചാ ഒരു വലിയ ചിരിയേ ഉള്ളൂ, മീഡിയം ചിരി വരത്തില്ല. അതാണ് ഒരു പ്രശ്നം. ചിരിച്ചാൽ വലിയ ചിരിയെ വരത്തുള്ളൂ, പിന്നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിരിക്കാതിരിക്കുന്നത്. അതുമല്ല, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അടിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും കയറി വരുന്നത്. അതൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് എടുത്താൽ മതി. കാണുന്നവരൊരു പ്രാക്ടീസ് ആയിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മള് കുറേ വർഷം പല സംഘടനകളിലും പല ഇതിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് സമയങ്ങൾ ഇങ്ങനെ പാഴിക്കളഞ്ഞു. വെറുതെ സമയങ്ങൾ പാഴിക്കളഞ്ഞു. ബിസിനസ് ചെയ്തില്ല, അതുപോലെ തന്നെ ആത്മീയത എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് സമയങ്ങൾ പാഴിക്കളഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള തലമുറയ്ക്കൊന്നും അങ്ങനെ സമയങ്ങൾ വെറുതെ പാഴിക്കളയേണ്ട ആവശ്യമില്ല. ആകത്തുക, ആത്മീയത വേണ്ടെന്നല്ല പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ. ആകത്തുക ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് കിടന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആകെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാവരെയും സൃഷ്ടാവായ ദൈവത്തെ നിലനിർത്തുക. ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുക. ഒരുത്തന് പ്രയാസമുണ്ടാകുന്ന, മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അതാണ് തെറ്റ്. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതാണ് തെറ്റ്. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ശരിയാണ്. പിന്നെ അതിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചികഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്താൽ നമുക്ക് ശരിയേ വരുള്ളൂ.
അപ്പൊ നമുക്കൊരു കൊനഷ്ട ചിന്ത വന്നിട്ട്, ഒരു അസൂയ വന്നിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് ഒരു കാര്യം പറയുമ്പോൾ അയ്യോ ഇത് ദൈവം ഇഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് ചിന്ത വരുമ്പോൾ നമ്മൾ അത് ചെയ്യത്തില്ല. അപ്പൊ സ്വാഭാവികമായി നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ചിന്തയൊക്കെ മാറ്റി ദൈവചിന്തയിൽ അങ്ങനെ റെഡിയാക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. നമ്മൾ ബിസിനസ്, മിക്കുള്ള ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒക്കെ ഒഴിവാക്കി അങ്ങ് കാട്ടിലേക്ക് പോകുന്നു. ഒരു കാര്യമില്ല. മുടിയും കൂടെയൊക്കെ വളർന്നു പോകുന്നു അല്ലാതെ വേറെ ഒരു കാര്യവും കിട്ടാനില്ല. ദൈവം നിങ്ങളുടെ അടുത്ത് വരില്ല, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും, അത്രയേ ഉള്ളൂ. ആത്മീയത എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ ആത്മീയത കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറിന്റെ നല്ല രീതിയിൽ പെരുമാറാൻ ഞാനും നിങ്ങളും എല്ലാവരും ശ്രമിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട്, നമുക്കിപ്പോ ഒരു കസ്റ്റമർ വരുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓരോരുത്തരുടെ അവസ്ഥകൾ. അത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇന്നും ഒരു കസ്റ്റമർ നമുക്ക് വന്നിരുന്നു. അപ്പോഴവര് പറയുകയാണ്, ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഒരു കുട്ടിക്ക്, ഒരു സ്റ്റൗ ഒക്കെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്ന വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് അവരെ അറിയാൻ കഴിയും, യഥാർത്ഥ ജെനുവിൻ ആൾക്കാരെ അറിയാൻ കഴിയും. അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറയാതെ പറഞ്ഞു പോകും. അപ്പൊ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. അപ്പോൾ ആ ബിസിനസ്സിൽ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിർത്തി പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ ഓർത്ത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കുക. അതിർത്തി പ്രശ്നങ്ങൾ ഇതൊന്നും കെട്ടിപ്പിടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെ സമയം കളയിൽ, പഠിക്കേണ്ടവർ പഠിക്കുക, ജോലി ചെയ്യേണ്ടവർ ജോലി ചെയ്യുക. ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഉള്ള ഒരു റിലാക്സ് സമയം നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ എന്ത് ചെയ്യുക, റിലാക്സ് ആവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും ഇടപഴകുക. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു സംഘടന ഉണ്ടാക്കി അതിൽ കയറി അങ്ങനെ പോകുന്നതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പോകുന്നവർക്ക് അതുകൊണ്ട് സന്തോഷം ഉണ്ടാകട്ടെ. പക്ഷേ നമ്മൾ സമൂഹത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആൾക്കാർക്ക് കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ദൈവികമായ പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ നോർമൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്കത് കഴിയും. അത് ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിലൊക്കെ പരാജയമാണെന്ന് എനിക്കറിയാം. അതായത് ആത്മീയതയെന്നും പറഞ്ഞ് നടന്നിട്ട് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ ആത്മീയത എന്ന് പറഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മാതാവ്, പിന്നെ പിതാവ്, പിന്നെ മക്കള്, ഭാര്യ, അതുപോലെ തന്നെ ബന്ധുക്കള്, പിന്നെ അങ്ങനെ അയൽക്കാര്. അപ്പൊ അവരെയൊക്കെ കാര്യങ്ങൾ മുൻഗണനാക്രമം അനുസരിച്ച് പരിഗണിക്കുന്നത് തന്നെയാണ് ആത്മീയത. അവർക്ക് വേണ്ടി ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധനയിൽപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ മതത്തിൽ, ഞാൻ ഇന്ന മതത്തിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ് എടുത്തു പറയുന്നില്ല. അപ്പൊ ഒരു മതത്തിന്റെ ആള് അങ്ങനെ ദൈവം ആരുടെയും ആളല്ലാത്തത് കൊണ്ട് നമ്മളത് ഇതിന്റെ സാരാംശങ്ങളാണ് പറയുന്നത്. വേദങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സാരാംശങ്ങൾ. അപ്പോഴ് ഇത് നമ്മൾക്ക് ഇങ്ങനെ പോയത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഈ ഏത് കാര്യമാണോ നമ്മൾ മനസ്സിലാക്കിയത് ആ കാര്യത്തിന് എതിരായുള്ള വിഷയത്തിലാണ് ഇവിടെ അടിയും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഒരു നിമിഷം നീ ആത്മീയത എന്നാൽ, അതായത് ദൈവവിശ്വാസം എന്നാൽ നിനക്കൊരു വിഷയം വരുമ്പോൾ, നിനക്കൊരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ നോർമൽ സമയത്ത് തന്നെ ദൈവത്തെ ഓർത്തുകൊണ്ട് നീ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഒരു സാധുവിനെ സഹായിക്കുന്നതും അത് ഒരു ദൈവിക പ്രവൃത്തിയായിട്ട് മാറും. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പേരിലും, അതുപോലെ തന്നെ നമ്മളെ പറ്റിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് നമ്മളെ പൈസ ചൂഷണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് ഇത് ചൂഷണമാണ്, പറ്റിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ വിളിച്ച് നേരിട്ട് നീ പറ്റിക്കുന്നതല്ലേ, നിനക്ക് എന്തിനാണ് ഇങ്ങനെ, അതിന്റെ കാര്യമല്ലോണ്ടോ മാറ്റി ഒറ്റയ്ക്ക് വിളിച്ചോന്ന് നിർത്തി പറഞ്ഞിട്ടേ അവന് വല്ല പൈസ കൊടുക്കുന്നവരും ജോലി കൊടുക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുകയോ എന്താന്നുള്ള പരിഹാരങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് വേണ്ടത്. ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വിഷയത്തിൽ ഒരാളാവും കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഓരോ വിഷയത്തിലും നമുക്ക് വീക്കായിരിക്കും. അപ്പം ആ വിഷയത്തിൽ അവരെ മാറ്റിയത്, ഈ വിഷയത്തിൽ ഇവനെ മാറ്റിയത്. അപ്പൊ ഓരോ വിഷയത്തിലും ഓരോരുത്തരും
കുഴപ്പമാണ്. അപ്പം അതിനേക്കാളും നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഓരോ വിഷയങ്ങൾ എന്താണ് മാറ്റിയാൽ മതി. മാറ്റാൻ വേണ്ടി പരസ്പരം പരിശ്രമിച്ചാൽ മതി. അത് പരസ്യമായിരുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെയൊക്കെ വന്ന് പറയുന്നതൊന്നും ഗുണകാംക്ഷയില്ല. എന്താണ് ഒന്ന് നമ്മളെ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താണ് പരസ്പരം നന്നാവുക, പരസ്പരം നന്നാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഒരു നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്രൂരതകൾ കാണിക്കുന്ന കുട്ടികളോട് ക്രൂരത കാണിക്കുക, അതുപോലെ തന്നെ സ്ത്രീകളോട് ക്രൂരത കാണിക്കുക, അങ്ങനെയുള്ളവർക്ക് നിന്നും എക്സ്ക്യൂസ് ഒന്നും പാടില്ല. എന്ന് പറയുമ്പോൾ അവരുടെ എക്സ്ക്യൂസ് ചെയ്താൽ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ക്രൂരതകൾ കാണിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കണം, പൊക്കി ജയിലിലിടണം, അല്ലെങ്കിൽ അതിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുമ്പോഴേ വേറൊരുത്തർ ഇങ്ങനെ ചെയ്യാതിരിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ക്രൂര മനസ്സുള്ളവരെ അവനെ എന്ത് ചെയ്യണം, ഈ ജയിലിലൊക്കെ ഇട്ടിട്ട് എന്താണ്, ജയിലിൽ ഇട്ടിട്ട് അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പൈസ ഈ ക്രൂരത ഏറ്റവന് കൊടുക്കണം. എന്നിട്ട് അവന് പശ്ചാത്തപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും നല്ല ബോധം കൊടുത്ത് മാറ്റി അവന്റെ മൈൻഡിനെ മാറ്റിയെടുത്ത് പുതിയൊരു ജന്മം നൽകാനൊക്കെ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ ശിക്ഷകൾ. ഈ പറയുന്നത് പോലെ ജയിലുകളിലൊക്കെ എന്താണ് മട്ടനും, നമ്മളൊക്കെ മട്ടൻ നിന്നിട്ട് തന്നെ മേടിച്ച് നമ്മൾ പൈസ തികയുന്നില്ല, 1000 രൂപ കൊടുക്കണം. അപ്പൊ മട്ടൻ നിന്നിട്ട് തന്നെ ഒരുപാട് നാളായി. അപ്പം ജയില് അപ്പൊ ഒരു കോള് വന്നായിരുന്നു. അപ്പം ജയിലിലേക്ക് മട്ടനും ചിക്കനൊക്കെ കൊടുക്കാതെ എന്താണ് അവർക്ക് കുറച്ച് ബോധമൊക്കെ കൊടുക്കണം. ആർക്കാണോ ഇവര് ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിച്ചു കൊടുത്തത് അവർക്ക് വേണ്ടി തിരിച്ച് സമയവും സേവനവും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. അതായത് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ആ പൈസ മേടിച്ച് ആ കുടുംബത്തിന് കൊന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനം ചെയ്യിപ്പിക്കണം. അതായത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ളവരെ കൊണ്ട് കട്ട പണിയെടുപ്പിക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. കട്ട പണിയെടുപ്പിക്കണം. അപ്പൊ ഓരോരുത്തർ കാണണം. അതായത് സെക്യൂരിറ്റിയോടെയൊക്കെ നിന്നിട്ട് ഒളിച്ചോട്ടം ജയിൽ ചാടാനും അതിനുള്ള അവസരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ആ പൈസ ഈ ഭരണക്കാർക്കെല്ലാം നഷ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആക്രമിപ്പിച്ചവർക്കോ നൽകുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ള നിയമങ്ങൾ മാറി വരേണ്ടത് വളരെ നല്ല കാര്യമാണ്. അപ്പോഴ് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പം നിന്ന എല്ലാവർക്കും, കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ഇനി കാണാനിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി എന്താണ് ഓണാശംസകളും നബിദിനാശംസകളും എല്ലാമൊക്കെ നേർന്നുകൊണ്ട് ദൈവം നമുക്കെല്ലാം സമാധാനവും സന്തോഷവും ഒക്കെ നൽകട്ടെ. ഒന്നുകൂടെ പറയാനുള്ളത്, ദൈവം നമ്മളെ എന്താണ് എന്ത് കേന്ദ്രമെന്ന് പറയാ, കേന്ദ്രത്തിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. നമ്മളെ ഹിന്ദുവിനെയും എപ്പോഴും നാളും കഴിഞ്ഞ ആഴ്ച ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും നിരീശ്വരവാദിയും മതമില്ലാത്തവനെയും മതമുള്ളവനെയും എല്ലാവരെയും കൂടെയൊക്കെ ഒരുമിച്ച് നമ്മുടെ ഈ പറയുന്ന കണക്ക് പുനരധിവാസ കേന്ദ്രത്തില് ഒരുമിച്ച്, സ്കൂളുകളിലൊക്കെ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരുമ്പോ ഒരുമിച്ച് ഐക്യത്തോടെ ആക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ചിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ നമ്മളെ തിന്മകളൊക്കെ വേദഗ്രന്ഥങ്ങളുടെയൊക്കെ സാരാംശം എന്ന് പറയുന്ന തിന്മകൾ അധികരിച്ച് ഒരു ഘട്ടത്തിൽ കൂടുതൽ വരുമ്പോഴാണ് എന്താണ് ഈ ദൈവികമായ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ദൈവികമായ ശിക്ഷകളോ ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ പരസ്പരം തമ്മിലടുപ്പിച്ചാൽ നമ്മളെല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് എന്ത് ചെയ്യും, ഒരു വലിയ വിഷയം ഉണ്ടാക്കി നമ്മളെ ഒരുമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് സത്യം. അപ്പൊ ദൈവത്തെ ഓർത്ത് എല്ലാവരും നന്മകൾ ചെയ്യുക, ജോലികൾ ചെയ്യുക. എല്ലാവരോടും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ലത് പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ക്രൂരത ആരോടും കാണിക്കാതിരിക്കുക. ഇന്നിപ്പോ
കൊച്ചു പയ്യനെയൊക്കെ എടുത്തിട്ട് അടിക്കുന്നതൊക്കെ കാണിച്ചത് മനുഷ്യരെല്ലാവർക്കും ദേഷ്യമൊക്കെ വരും. പക്ഷെ പല സ്ട്രെസ്സുകളാണ് അവർക്ക്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരുടെങ്കിലും ഒക്കെ കാര്യങ്ങൾ പറയുക, വീട്ടിൽ പറയാത്ത വേറെ ആർക്കെങ്കിലും സുഹൃത്തുക്കളോട് പറയുക, സുഹൃത്തുക്കൾ പറയാൻ പറ്റാത്തത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എല്ലാ സ്ഥലത്തും ദൈവത്തെ ഓർക്കുന്ന, അതായത് ദൈവത്തെ നിലനിർത്തി പ്രവർത്തിക്കുന്നത് അവർ കാണും. ഞാൻ ജാതിയും മതവും ഒന്നും പറയുന്നില്ല. ദൈവത്തെ നിലനിർത്തി പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണും. നമ്മൾ എല്ലാ സ്ഥലത്തും കാണാം. അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിഷമങ്ങള്, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയുക. അപ്പൊ അവർ അതിനുള്ള ദൈവത്തെ നിലനിർത്തിയ ഒരു മറുപടി മാത്രമേ അവർ തരത്തുള്ളൂ. അങ്ങനെയുള്ളവർ അല്ല, താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാം. എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ അവർക്കറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവരടുത്ത് നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റുക. ആരും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരാൻ പോകുന്ന സമയത്തായിരിക്കും, വിധിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരാൻ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ ദാരിദ്ര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ പണക്കാരനാകാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയമായിരിക്കും, അപ്പോഴായിരിക്കും നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എന്താണ്, ഒരു കാര്യം കൂടെ പറഞ്ഞിടാം. അതായത് നമുക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അടിമയെ പോലെ ചിലപ്പോൾ നിന്നെന്ന് വരും. പക്ഷേ ആരെങ്കിലും അടിമയാക്കാൻ ശ്രമിച്ചാൽ നിന്നു കൊടുക്കരുത്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരെയും ചൂഷണം ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്. അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ. വീണ്ടും കാണാം. വീണ്ടും എന്താണ്, സിദ്ദീഖ് പറഞ്ഞതുപോലെ വീണ്ടും കൂടുതൽ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വീണ്ടും വരാൻ നോക്കാം. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് കണ്ടന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഈ പറയുന്നത് പോലെ കുറെ എന്താണ്, സാമ്പത്തിക ബാധ്യതകളൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് ദൈവം സഹായിച്ച് വസ്തുവും വീടും ആസ്തിയൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് ഒരു ബിസിനസ് ഒക്കെ പരാജയപ്പെട്ടതിനും ഒക്കെ വന്നിട്ട് ചെറിയ സാമ്പത്തിക ബാധ്യതകളും ചെറിയ ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ലോണുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലൊക്കെ ഹാർഡ് വർക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയമാണ് വരുന്നത്. അപ്പം ഇനിയും കാണാം. എല്ലാവർക്കും സന്തോഷം. എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവരും നമ്മുടെ നാട് നല്ല രീതിയിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരും, കേരളത്തിലെ 99 പേരും നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരന്മാരെ നിങ്ങൾ പേടിക്കേണ്ട, അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ ഭൂരിപക്ഷം പേരും നല്ലവരെ ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങൾ മുസ്ലിങ്ങളെയും മറ്റുള്ള വിഭാഗക്കാര് പേടിക്കേണ്ട. ഭൂരിപക്ഷം പേരും നല്ല ആൾക്കാരാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഭൂരിപക്ഷം പേരും നല്ല ആൾക്കാരാണ്. പക്ഷേ ഈ ന്യൂനപക്ഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ന്യൂനപക്ഷം കാണിക്കുന്ന പ്രശ്നത്തിൽ ഈ ഭൂരിപക്ഷം അകപ്പെടാതിരുന്നാൽ തീർച്ചയായിട്ടും ഓരോ മതത്തിലെയും ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഈ കുഴപ്പം കാണിക്കുന്ന ന്യൂനപക്ഷങ്ങളെ തന്നെ ഒതുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അവരെ തന്നെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന പരിപാടിയിലേക്ക് എത്തിയാൽ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും മുമ്പോട്ട് പോകാനുള്ളൂ. എല്ലാവരും മനുഷ്യരാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന് വിചാരിക്കുക. ആദ്യം ദൈവം, പിന്നെ ദൈവത്തിന് വേണ്ടിയാണ് മതങ്ങൾ. അപ്പൊ ദൈവം വർഗീയത പറഞ്ഞില്ല. അപ്പൊ ആരെയും വർഗീയമായി കാണരുത്. ദൈവം ആരെയും വർഗീയമായി കണ്ടിട്ടില്ല കേട്ടോ. ദൈവം പ്രവൃത്തി, അതായത് ഓരോ ദേശത്തും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള ഫലങ്ങളാണ് ദൈവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളും ദൈവം കാണാത്ത, രാജാവിനേക്കാൾ രാജഭക്തി ആർക്കും വേണ്ട. ദൈവം വർഗീയമായി കാണാത്ത, ദൈവം എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് പ്രവർത്തികളാണ് നോക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ പ്രവർത്തികൾ മാത്രം നോക്കിയാൽ മതി. നല്ല പ്രവർത്തി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുക, ചീത്ത പ്രവർത്തി ചെയ്യുന്നവരെ സ്നേഹപൂർവ്വം ഉപദേശം മാറ്റാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അതായത് അല്ലെങ്കിൽ പിടിച്ച് കെട്ടേണ്ട, അസുഖം വന്നവരെ പിടിച്ച് പോലീസിനെ കൊണ്ട് കെട്ടിപ്പിക്കുക. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇനി പോലീസിലാണ് അങ്ങനെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അതും ആ രീതിക്ക് നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. എല്ലാവരും ആരായിരുന്നാലും, നമ്മൾ എത്ര വലിയ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരായിരുന്നാലും എല്ലാവരും ചിന്തിക്കുക, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് എല്ലാം നീ ചിന്തിക്കുന്നത് വരെ നിന്റെ ചിന്തയിലുള്ള, നീ എന്താണോ ചിന്തിക്കുന്നത്, എത്ര ഉന്നതനായിരുന്നാലും
നിന്റെ ചിന്തയിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് വരെ അറിയാൻ കഴിവുള്ള ആ സൃഷ്ടാവിനെ നീ, ആ ദൈവത്തെ നീ മനസ്സിൽ എന്താണ് ചിന്തിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുക. നീ ആരും വലിയവനല്ല. ഇന്ന് നീ വലിയവനായി ഒരുത്തനെ അടിക്കാനും കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കുന്നെങ്കിൽ നാളെ നിന്നെയും അതേപോലെ വേറൊരാൾ കൊട്ടേഷൻ കൊടുക്കും. അതുകൊണ്ട് ആരെയും അടിക്കാൻ കൊട്ടേഷൻ കൊടുക്കരുത്. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരും പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പോലീസുകാരും ആരെയും നിരപരാധികളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ആക്രമിക്കുന്നവരെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ വിഷയം വരുന്നത് എന്താണ്, ദൈവികമായ നിങ്ങൾക്ക് ആ ഒരു കർമ്മഫലം ദൈവത്തിന്റെ കയ്യിൽ നിന്നൊരു കർമ്മഫലമായിട്ട് ശിക്ഷ വരും. അതാണ് ഇവിടെ പ്രശ്നം. നമ്മൾ എത്ര ഉന്നതരായിരുന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോ എന്നിരുന്നാലും നമ്മളെല്ലാവരെയും കുറ്റം പറയും. നമ്മുടെ കണ്ടക്ടർമാരെയും പോലീസുകാരെയും ഒക്കെ ഒരുപാട് പേര് കുറ്റം പറയുന്നതാണ്. പക്ഷെ അവരുടെ ജോലി എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ഉള്ള ജോലിയാണ്. അപ്പൊ നമുക്ക് ഇവരെന്താ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? പക്ഷെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അതിന് കാരണം ദേഷ്യം വരാൻ കാരണം അവരുടെ ജോലിയുടെ ആ ജോലി നമ്മൾ ചെയ്താലേ നമ്മൾ ചിലപ്പോൾ അതിനപ്പുറമായി പോകും. അപ്പൊ അതുകൊണ്ട് അവര് പിടിച്ചു നിന്ന് നല്ലതുപോലെ അവർ സൗഹൃദമായി ഒന്ന് നിങ്ങൾ വഴക്ക് പറയാതിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഒന്ന് ചിരിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും ഭയങ്കര ദേഷ്യം വരാൻ കാരണം ആ ജോലിയുടെ ഒരു ഇതാണ്. നമ്മൾ ആ ജോലി പോയിട്ട് ചെയ്യുമ്പോൾ അറിയും നമുക്ക് ഭയങ്കര ഇതിന്റെ അപ്പുറം നമ്മളവിടെ എല്ലാം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും ചിലപ്പോ എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ മനസ്സ് പരിവപ്പെടുത്തി വന്നാൽ കുഴപ്പമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് എല്ലാവരും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുക. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ കേരളത്തെയെങ്കിലും മതസൗഹാർദ്ദമായിട്ടും സമാധാനപരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ലഹരിയുടെ വ്യാപനം വലിയൊരു പ്രശ്നമാണ്. ലഹരിയുടെ വ്യാപനം തിന്മയുടെ ആസക്തി കൂട്ടിക്കൊണ്ടേയിരിക്കും. അതായത് പറയാൻ വന്നവൻ, വഴക്ക് പറയണമെന്ന് വിചാരിക്കുന്നവൻ അവൻ അടിക്കും, അടിക്കാമെന്ന് വിചാരിക്കുന്നവൻ വെട്ടണമെന്ന് വിചാരിക്കുന്നവൻ കൊല്ലും. ആ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, മനുഷ്യനെ എത്തിക്കുന്നതാണ് ലഹരികൾ. അപ്പോൾ ലഹരിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി എല്ലാവരും ബേക്കിലോട്ട് വരണം. എന്നിട്ട് നമുക്ക് സ്നേഹം എന്ന ലഹരി കൊടുത്ത്, സ്നേഹം എന്നത് നമ്മൾ കൊടുത്ത് സന്തോഷം എന്ന ലഹരിയിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയണം. അത് ദൈവത്തെ നിലനിർത്തിയാവുമ്പോൾ അത് ദൈവപ്രീതിയും അതുവഴി വരും, നമുക്ക് സമാധാനവും കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നന്മ നേർന്നുകൊണ്ട് വീണ്ടും കാണാം. God bless you. Good night. Assalamu alaikum. അപ്പൊ എല്ലാം ആയല്ല വേറെന്തൊരു. അപ്പൊ ഓക്കെ, ശരി.